സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ 2002 ഓഗസ്റ്റ് 22 പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം, അവസാനമായി തന്ന പൊതു സന്ദേശമാണ് ശ്രവിക്കാൻ പോകുന്നത്. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം, അമ്മയുടെ വിളി നമ്മൾക്കൊന്ന് കേൾക്കാം. കുഞ്ഞുമക്കളെ, അമ്മ വിളിക്കുന്നതാ. നമുക്ക് അമ്മയോട് ഉത്തരം കൊടുക്കാം. എന്തോ അമ്മേ, അമ്മേ, മക്കളിവിടെ ഉണ്ട്, അമ്മ ഞങ്ങളോട് സംസാരിക്കണമേ. അമ്മേ, ഞങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തിൽ വളർത്താൻ അമ്മ എന്തുമാത്രം വേദനിക്കുന്നു അമ്മേ. ആ വേദനയിൽ അല്പം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പൂർവ്വപിതാവായ അബ്രാഹത്തോടും ഞങ്ങളുടെ പിതാക്കന്മാരായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് സ്വർഗത്തിൽ അനവരതം ദൈവസ്തുതികൾ ഉയർത്തി ജീവിക്കാൻ ഈ കൊച്ചു ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ ശ്രവിക്കുന്ന ദൈവിക ആഹ്വാനങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചമായി വിരിയട്ടെ. ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഈശോയെ അനുഗ്രഹിക്കണേ. മാലാഖമാരെ പ്രാർത്ഥിക്കണേ, കൂട്ടായിരിക്കണേ. വിശുദ്ധാത്മാക്കളെ പ്രാർത്ഥിക്കണേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ തന്ന സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ മാതൃത്വപരമായ രാജ്ഞീപദ സ്വീകരണത്തിൻ്റെ അനുസ്മരണയിലായിരിക്കുന്ന നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. 2002 അമ്മ ഈ സന്ദേശം തരുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 22 മാതാവിൻ്റെ രാജ്ഞീപദ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. ആ ദിവസമാണ് അമ്മ ഈ സന്ദേശം തന്നെ. കരുണയുടെയും സ്നേഹത്തിൻ്റെയും രാജാവ് ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഉരുവായതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. മുന്നറിയിപ്പുകളിലൂടെ, അടയാളങ്ങളിലൂടെ എല്ലാം ഞാൻ നിങ്ങളെ നയിച്ചിട്ടുണ്ട്. അവയൊന്നും ശൂന്യമായി പോകാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, അമ്മ ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും വെറുതെ ആകരുത് കേട്ടോ. ഫലമുണ്ടാകാൻ മക്കൾ പ്രയത്നിക്കണം. എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ എഴുതിപ്പിക്കുന്ന അവസാന സന്ദേശമാണിത്. ആത്മീയ പ്രചോദനത്താൽ നയിക്കപ്പെടുമെങ്കിലും ഞാൻ നേരിട്ട് നൽകുന്ന അനുഭവങ്ങളുടെ സമാപന സമയമായി. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിനുള്ള ഉത്തരം തിരുവചനങ്ങളിൽ, ബൈബിളിൽ വേരൂന്നിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന യന്ത്രം സുവിശേഷമാകണം, ബൈബിളാകണം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന യന്ത്രം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ദൈവം തന്നെയാണ്. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ഈശോയുടെ വചനങ്ങൾ ഒരു യന്ത്രമാണ് നമ്മളെ നയിക്കേണ്ടത്, നമ്മളെ വിശദീകരിക്കേണ്ടത്, നമ്മെ ചിന്തിപ്പിക്കേണ്ടത്, നമ്മെ നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കേണ്ടത്. നമ്മെ നയിക്കുന്ന യന്ത്രം സുവിശേഷമാകണം. ജീവനും രക്ഷയും നിറഞ്ഞ പരിശുദ്ധ നിയമ സമാഹാരം, അതാണ് ബൈബിൾ. വചനം സ്നേഹമാണ് അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭാഷ സ്നേഹമാണ്. അതിൽ എഴുതപ്പെടാത്തതായി ഒന്നുമില്ല. എന്നെയും നിങ്ങളെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ലോകത്തിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവനാണ് വിശുദ്ധ വചനം. ആ വചനത്തിൻ്റെ ഭാഷ സ്നേഹമാണ്. അതിൽ എഴുതപ്പെടാത്തതായിട്ട് ഒന്നുമില്ല.
അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ആരിൽ നിന്ന് സ്വീകരിക്കേണ്ട. പ്രാർത്ഥിച്ച് വചനമെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലായിടത്തേക്കും സന്ദേശങ്ങൾക്ക് വേണ്ടി ഓടരുത്. അതൊരു സ്വഭാവമായിട്ട് എടുക്കരുത്. നേരം വെളുത്ത് വൈകുന്നേരം അവള് ഫോണെടുത്ത് പലരെയും വിളിച്ച് ഒരേ കാര്യങ്ങൾ പറഞ്ഞ് പലരിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. ഞാൻ സന്ദേശങ്ങൾ പറയുന്നവരെയോ സ്വീകരിക്കുന്നവരെയോ ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന വ്യക്തിയല്ല. നമ്മളിൽ എല്ലാവരിലൂടെയും പരിശുദ്ധാത്മാവ് നല്ല പ്രചോദനങ്ങൾ നൽകും. എന്നാൽ വിശുദ്ധ വചനത്തിൽ എഴുതപ്പെടാത്തതായിട്ടൊന്നുമില്ല. ഈശോ നമ്മോട് സംസാരിക്കും ബൈബിളിലൂടെ. കപടതയിലേക്കും കാപട്യത്തിലേക്കും നയിക്കപ്പെടാതെ ജീവന്റെ വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. മക്കളെ, ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് വിലയില്ലാതായി തീരുമ്പോഴാണ് ദൈവത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അമ്മ പറഞ്ഞു തന്ന എന്താ കാര്യമെന്ന്. ഭൂമിയിൽ ഉള്ള വസ്തുക്കൾക്ക് വലിയ വില കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വിലയില്ലാതെയായി തീരും. ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാ. പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്ത് എപ്പോൾ വേണമെങ്കിലും കുർബാന സ്വീകരിക്കുക ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ആ കുർബാനയെ വില വയ്ക്കണമെങ്കിൽ കുർബാനയേക്കാൾ വിലയുള്ളതായി ലോകത്ത് നിന്ന് കിട്ടിയ എന്തെങ്കിലും നിന്നിലുണ്ടെങ്കിൽ അത് മാറ്റണം. നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റണം. കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ടെങ്കിൽ കുർബാനയേക്കാൾ വില നീ ബാക്കിയുള്ള എന്തിനോ കൊടുക്കുന്നുണ്ട്. നിന്റെ ക്ഷീണത്തിനോ ഉറക്കത്തിനോ നിന്റെ സുഖത്തിനോ സൗകര്യത്തിനോ നിന്റെ അവിശ്വാസത്തിനോ കൊടുക്കുന്നുണ്ട്. അത് മാറ്റണം. അതിനെ വിലയില്ലാതാക്കണം. ഇത് സാധ്യമാകുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ലോകത്തുള്ളത് വിലയില്ലാതെയാക്കി ദൈവത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ സാധിച്ചാൽ അത് സാധ്യമാകുന്നവൻ ക്രിസ്ത്യാനിയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. മക്കളെ, നിങ്ങൾ കുരിശിൻ ചുവട്ടിൽ നിങ്ങൾക്കായി മരിക്കുകയും യേശുവിനായിട്ട് ജനിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. കഞ്ചിക്കോട് ശുശ്രൂഷയുടെ വളരെയധികം അർത്ഥമുള്ളൊരു മെസ്സേജാണിത്. കുരിശിൻ ചുവട്ടിൽ നിങ്ങൾക്കായിട്ട് മരിക്കുക, യേശുവിനായിട്ട് ജനിക്കുക. അനുവദനീയ സഹനങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ നിന്റെ കുരിശിൻ്റെ മുൻപിൽ നിനക്കായിട്ട് നീ മരിച്ചോ. നീ യേശുവിനായിട്ട് ജനിക്കുകയും അനേകാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും. കാലങ്ങളായിട്ട് ഇവിടെ ബുധനാഴ്ചകളിലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ദുഃഖരഹസ്യങ്ങൾ അനേക വൈദികർക്ക് വേണ്ടിയാണ് നമ്മൾ കാഴ്ചവെക്കാറുള്ളത്. ഇവിടെ വരുന്ന മക്കളെല്ലാം വൈദികരെ ആത്മീയമായി ദത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയിലൂടെ അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നതും സഹനം വിലയില്ലാതെയായി കളയരുത്. അതിനേക്കാൾ വലിയൊരു ഔഷധം ആത്മാക്കളെ രക്ഷിക്കാനും സ്വയം വിശുദ്ധീകരിക്കാനും ഇല്ല. അതുകൊണ്ട് കുരിശ് വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്കായിട്ട് മരിക്കുക. അമ്മ മരിച്ചതുപോലെ അമ്മ മരിച്ചു. അമ്മ ലോകത്തോട് മരിച്ചു തന്നെയാണ് ജീവിച്ചത്. അമ്മ ലോകത്തോട് മരിച്ചിട്ട് അനേക മക്കൾക്ക് ജന്മം നൽകി. അമ്മ മാതൃത്വം സ്വീകരിച്ചതുപോലെ യേശുവിനായിട്ട് ജനിക്കണമെങ്കിൽ, രണ്ടാമതൊരു ജനനം വേണമെങ്കിൽ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നമുക്കൊരിടമുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. ആ കുരിശിലേക്ക് കയറാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും. സ്വർഗത്തിലെ നിക്ഷേപത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കൃപകൾ വർഷിക്കുവാൻ എൻ്റെ തിരുക്കുമാരനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികർക്കായും സന്യാസ ജീവിതത്തിലൂടെ സമർപ്പണം നടത്തുന്ന എൻ്റെ പ്രിയ പുത്രിമാർക്ക് വേണ്ടിയും ജീവിത അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് മടുപ്പ് തോന്നി നിർത്തരുത്. വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ അമ്മ ആരാധനയുടെയും പ്രാശ്ചിത്യത്തിൻ്റെയും അമ്മയാണ്. മക്കളെ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതവും ദാനവും ദൈവം തന്നെയായ പരിശുദ്ധ കുർബാനയാണ്. സ്വർഗത്തിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം തന്നെയായ പരിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുകയും മോചനദ്രവ്യമായി എൻ്റെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യുന്നു. ഓരോ പാപപരിഹാര ബലിയും
ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് അർപ്പിക്കപ്പെടുന്നത്. വിശുദ്ധ കുർബാന പാപപരിഹാര ബലിയാണ്, അത് കൃതജ്ഞതയുടെ ബലിയാണ്, അത് കരുണയുടെ ബലിയാണ്, അത് സ്നേഹത്തിൻ്റെ ബലിയാണ്. അവിടെ ബലിവസ്തു നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആ വിശ്വാസത്തിൽ മോചന ദ്രവ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ ലോകം മോചനത്തിലേക്ക് കടന്നു വരും. അത് സ്വീകരിക്കുന്നവരിൽ, ആ വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിക്കുന്നവരിൽ നിറയുകയും ചെയ്യും. പരിശുദ്ധ ബലിയോടുള്ള വിശ്വസ്തത ഓരോ ബലിയിലും ഏറ്റുപറയുന്ന വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും എൻ്റെ തിരുകുമാരൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയോടുള്ള വിശ്വസ്തത, പരിശുദ്ധ ബലിയോടുള്ള വിശ്വസ്തത ഏറ്റുപറയുന്ന വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കും, കുടുംബത്തെ അനുഗ്രഹിക്കും, നാടിനെ അനുഗ്രഹിക്കും, വീടിനെ അനുഗ്രഹിക്കും, സമുദായത്തെ അനുഗ്രഹിക്കും, സഭയെ അനുഗ്രഹിക്കും, ഇടവകയെ അനുഗ്രഹിക്കും. ബലിപീഠങ്ങൾ വിശുദ്ധമാക്കാൻ, ബലിവസ്തുക്കൾ ശുദ്ധമായിരിക്കാൻ, നമ്മുടെ ജീവിത ബലി ശുദ്ധമായിരിക്കാൻ നാം പരിശ്രമിക്കുകയും വിശുദ്ധ ബലിയർപ്പണത്തിന് ഏറ്റവും ഉത്സാഹത്തോടെ ഓടിയണയുകയും വേണം. മക്കളെ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം ആവശ്യമുണ്ട് മക്കളെ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം ആവശ്യമുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ഏലിയ പ്രവാചകൻ പേടിച്ചൊരിടത്ത് നിന്ന് മറ്റൊരിടത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ, ജസബൽ രാജ്ഞിയെ പേടിച്ച് പോകുമ്പോൾ ഒരു ഗുഹയിൽ അവശനായി കിടക്കുമ്പോൾ ദൈവമായ കർത്താവ് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് ഏലിയായോട് പറഞ്ഞു, ഏലിയ, നീ ഉണർന്നെഴുന്നേൽക്ക്, നീ അപ്പം ഭക്ഷിക്ക്, നിന്റെ തുടർന്നുള്ള യാത്രയ്ക്ക് നിനക്ക് ആരോഗ്യം വേണ്ടേ, നീ അത് ഭക്ഷിക്ക്. ഏലിയ ദൈവത്തിൻ്റെ വചനം കേട്ടു, സ്വരം കേട്ടു, ലഭിച്ച അപ്പം ഭക്ഷിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഏലിയായ്ക്ക് സുഗമമായിരുന്നു. അതേ പ്രിയപ്പെട്ട കുഞ്ഞെ, എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം ആവശ്യമുണ്ടെന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ ഈ ആത്മീയ ഭോജനം, ആത്മാവിൻ്റെ ഭക്ഷണം നമുക്ക് ആവശ്യമുണ്ട്. നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് വെച്ച് നീട്ടുന്ന ദൈവം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കാതെ, രക്തം പാനം ചെയ്യാതെ ആത്മീയ ജീവിതം എങ്ങനെ സുഗമമാക്കും? എവിടെ നിന്ന് നമുക്ക് ശക്തി ലഭിക്കും? ആരിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? അതേ, ഉന്നതത്തിൽ നിന്നുള്ളവൻ മണ്ണിലിറങ്ങി വന്ന് സ്വർഗം ഭൂമിയിൽ സംജാതമാക്കിക്കൊണ്ട് അവിടുന്ന് എനിക്കും നിനക്കും വേണ്ടി അർപ്പിക്കുന്ന ബലിയർപ്പണത്തിൽ പങ്കെടുത്തിട്ട് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ മോചനദ്രവ്യമായി സ്വീകരിക്കാതെ നിനക്കെങ്ങനെ ആത്മീയ പോഷണം കിട്ടും? ആത്മാവിന് ജീവൻ കിട്ടും? നിന്റെ പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യും? വലിയ വിഴിപ്പുമാണ്ടമായി നീ ജീവിക്കരുത് കുഞ്ഞെ. നീ ഓടിയണങ്ങി ബലിപീഠത്തിനരികെ, ദിവ്യകാരുണ്യത്തിൻ്റെ അരികിൽ കുറേ സമയം ചിലവഴിക്ക്. കുർബാനയ്ക്ക് മാത്രമല്ല, നീ ഏത് കരിക്കട്ടയാണെങ്കിലും, നിന്റെ ജീവിതം പാപം നിറഞ്ഞ് അഗ്നിയിൽ പരിശുദ്ധാത്മാ അഗ്നിയിൽ ജ്വലിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും തീക്കട്ടയായ ദൈവം കരിക്കട്ടയെ തീക്കട്ടയാക്കിയിട്ട് മാറ്റും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നാൽ മതി, ആ ചൂട് നമുക്ക് താനേ ലഭിക്കും. നീ വെറുതെ ഇരുന്നു കൊടുത്താൽ മതി, ദിവ്യകാരുണ്യ ഈശോ നിന്നിൽ നിറയും. കരിക്കട്ടകൾ തീക്കട്ടയായിട്ട് മാറും, തീക്കട്ടകൾ കത്തി ജ്വലിക്കാൻ തുടങ്ങും. തീപ്പന്തങ്ങളായിട്ട് അനേക മക്കൾ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രവാചകരായിട്ട് വിശുദ്ധരെ പോലെ, വിശുദ്ധ കാർലോയെ പോലെയൊക്കെ ഉണരും. യുവജനങ്ങൾ ഉണരും, ശിശുക്കൾ ഉണരും, ദമ്പതികൾ ഉണരും, മാതാപിതാക്കൾ ഉണരും. ദൈവത്തിൻ്റെ ബലിയിലേക്ക്, യേശുവിൻ്റെ ബലിയിലേക്ക് കടന്നു വരാതെ, നീയാകുന്ന കരിക്കട്ട തീ പിടിക്കാതെ, തീക്കട്ടയാകാതെ എങ്ങനെ കുഞ്ഞെ, എങ്ങനെ ലോകത്ത് വെളിച്ചം വരും? നീ വെളിച്ചത്തിൻ്റെ പ്രവാചകനാണ്, നീ ഇരുളിൻ്റെ പൂജാരിയാകരുത്. വെളിച്ചത്തിന്റെ പ്രവാചക, നിനക്ക് വെളിച്ചം, നിന്നിൽ നിക്ഷേപിച്ച വെളിച്ചം പ്രകാശിപ്പിക്കാനായി ദിവ്യ കാരുണ്യ പ്രകാശത്തിന്റെ മുൻപിലേക്ക് ഓരോ പ്രഭാതത്തിലും ഓടിയണയേ. നിന്റെ രോഗങ്ങളും പീഡകളും ആദികളും വ്യാധികളും സഹനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം നിന്റെ കയ്യിലിരിക്കട്ടെ. ആ കരിക്കട്ടകളെ എല്ലാം തീക്കട്ടയാക്കി, തീക്കട്ടകളെല്ലാം തീക്കനലുകളാക്കി, തീക്കനലുകളെല്ലാം കത്തുന്ന പന്തങ്ങളായി ജീവിക്കുന്ന സാക്ഷ്യമായി യേശുവിലൊന്നായി ജീവിക്കുക. ദിവ്യകാരുണ്യ രഹസ്യം
പരിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ വൈദികർ ആവശ്യമുണ്ട്. നീ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചാൽ കുഞ്ഞെ, ദിവ്യകാരുണ്യം പരികർമ്മം ചെയ്യാൻ നിനക്കൊരു വൈദികൻ വേണ്ടേ? ആ വൈദികന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. മതപീഡനത്തിന്റെ നാഴികകൾ അടുത്തു വരുന്നു കുഞ്ഞെ, പ്രാർത്ഥിക്കുക. നിശബ്ദതയിൽ സഹിച്ച് പൗരോഹിത്യ ജീവിതത്തിന്റെ പവിത്രതയിൽ ജീവിതം ബലിയായി സമർപ്പിച്ച് ജീവിക്കുന്ന എൻ്റെ വൈദികരായ മക്കളെ ഓർത്ത് ഞാൻ ആശ്വസിക്കുന്നു. അമ്മയുടെ ആശ്വാസമാണ്. വൈദികർ അങ്ങനെയും ഉണ്ട്. എല്ലാവരെയും വിരൽ ചൂണ്ടല്ലേ, വൈദികർ അങ്ങനെയും ഉണ്ട്. വിരൽ ചൂണ്ടപ്പെടാൻ കാരണങ്ങളായി വൈദികർക്കും ഈ ആഗ്രഹമുണ്ട്. എന്നാൽ പ്രതികാരത്തിൻ്റെയും ദൈവിക നീതിയുടെയും തുലാസ് തലയ്ക്കു മുകളിൽ തൂക്കി അശുദ്ധിയുടെ തോരണങ്ങളാൽ അലങ്കൃതരായി അബദ്ധ പ്രബോധനങ്ങളിലേക്ക് മനുഷ്യരെ നയിച്ച് ജീവിക്കുന്ന എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. വഞ്ചന നിറഞ്ഞ ലോകത്ത് ജഡികാസക്തരായി തീരുന്ന മക്കൾ കാട്ടുമൃഗത്തെ മൃഗീയമായി വലിച്ചു കീറുന്ന മനോഭാവത്തോടെ എൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയം പിളർന്ന് ഞാൻ കരയുകയാണ്. ഹല്ലേലൂയ. അമ്മയുടെ ഹൃദയം പിളർക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ബലിയർപ്പകനായിട്ട് ലോകത്തുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീയാകുന്ന ബലിവസ്തു പകരം കൊടുത്ത് ആ വൈദികരെ നേടാനായിട്ട് നിനക്കും എനിക്കും കടമയുണ്ട്. അതേ, കടമയുണ്ട്. മക്കളെ, സാത്താൻ വിജയിക്കാൻ അനുവദിക്കരുത്. വിശുദ്ധിയുടെ സമർപ്പണത്തെ കാരാഗ്രഹത്തിലാക്കുന്ന നരകസർപ്പം അധികം വൈകാതെ നശിക്കും. എല്ലാ കാലത്തും അവൻ ജയിക്കില്ല. മക്കളെ, ജപമാല ഭക്തിയിലും പരിഹാര കുർബാന സ്വീകരണത്തിലും നിങ്ങൾ തൽപരരാകുവിൻ. സുവിശേഷത്തിൻ്റെ അരൂപിയെ നഷ്ടപ്പെടുത്തി താത്വിക ചിന്തകളും മാനുഷിക ശാസ്ത്രങ്ങളും നിരത്തി ദൈവവചനത്തെ വധിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. മാനുഷിക ശാസ്ത്രങ്ങൾ, താത്വിക ചിന്തകൾ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് അപ്പുറത്തുള്ള ഇവയൊക്കെ നിരത്തിയിട്ട് ഒരു സമൂഹത്തെ ഒരുക്കാൻ പിശാച് നിഗൂഢമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കലാ സാഹിത്യം വിദ്യാഭ്യാസം, പല വിദ്യാഭ്യാസ സ്ഥലങ്ങളിലും പലയിടങ്ങളിലും നിർബന്ധിക്കപ്പെട്ട് അത് വിശ്വാസമാണെന്ന് ഏറ്റുപറയുന്ന ഒരു സംഹിതയൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. എവിടെ പോയി ദൈവമെന്ന് ആരും ചോദിക്കേണ്ട. മനുഷ്യ, നീ ചിന്തിക്കുക, നീ എവിടെ നിൽക്കുന്നുവെന്ന്, നിന്നെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിന്റെ ബുദ്ധി താത്വികമായി പോകുന്നത്, നിന്റെ ചിന്ത മാനുഷിക ശാസ്ത്രത്തിന്റെ അടിമയായി പോകുന്നത്. ശാസ്ത്രം നല്ലതാണ്, ശാസ്ത്രീയത നല്ലതാണ്, എന്നാൽ അത് ദൈവത്തിൽ നിന്ന് അകന്നിട്ടുള്ളതാണെങ്കിൽ അത് തിന്മയാണ്, അത് നശിപ്പിക്കാനേ സാധിക്കൂ. മനുഷ്യ, നീ മാറേണ്ട കാലമായി. സഭ തൻ്റെ ശുശ്രൂഷകരാൽ നശിപ്പിക്കപ്പെടുന്നു. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, കുറച്ചും കൂടെ സന്ദേശം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ബാഹ്യതയിൽ പൂർണ്ണതയെന്ന് തോന്നുമെങ്കിലും അപൂർണതയുടെ നിരത്തിലൂടെ സഭ ഇഴഞ്ഞു നീങ്ങുകയാണ്. മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കുക. ത്യാഗത്തോടും ധീരതയോടും വിധേയത്വത്തോടും കൂടെ സഭയെ നയിക്കുന്ന പ്രകാശത്തിൻ്റെ മാർപ്പാപ്പ സഭയ്ക്ക് നൽകുന്ന പ്രബോധനങ്ങളാൽ നിങ്ങൾ പ്രബുദ്ധരാകുക. മക്കളെ, എൻ്റെ വിമല ഹൃദയം അഗാധമായ മനോവ്യഥയാൽ നിറഞ്ഞു തുളുമ്പുകയാണ്. വിശ്വാസ പരിത്യാഗം എന്നത്തേക്കാൾ അധികമായി നിങ്ങളെ വേട്ടയാടും. നിർബന്ധത്താൽ മാത്രം ഉപയോഗിക്കുന്ന വസ്തുവായി തീരും ബൈബിൾ. കഠിന പട്ടിണി, അതിശൈത്യം, അമിതമായ ചൂട്, വരൾച്ച ഇവ മൂലം ദശലക്ഷങ്ങൾ മരിച്ചു വീഴും. ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യൻ്റെ നാശം ദേവാലയങ്ങൾ നശിപ്പിക്കാൻ കൂടുതലായി അവനെ പ്രേരിപ്പിക്കും. ഇപ്പോൾ പലയിടങ്ങളിലും ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ദേവാലയങ്ങൾ അത് വെറുതെ ഒരു പ്രഭാതത്തിൽ തോന്നി ചിന്ത കൊണ്ട് സംഭവിക്കുന്നത് ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആലയമായ ശരീരമായ മനുഷ്യനെ തന്നെ നശിപ്പിച്ചിട്ട് തിന്മയുടെ ചിന്തകൾ അവനിൽ കുടികൊണ്ട് അതിൻ്റെ മൂർത്തിഭാവത്തിലാണ് ദൈവം കുടികൊള്ളുന്ന ദേവാലയങ്ങളെ നശിപ്പിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുക. ഓർക്കുക പ്രിയപ്പെട്ടവരെ, തിരിയേണ്ടത് മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുമാണ്. ഭർത്തൃ ഭാര്യ ബന്ധങ്ങളുടെ തകർച്ച ഞാൻ വിവരിക്കേണ്ടല്ലോ. ഡിവോഴ്സ് കേസുകൾ എന്തുമാത്രം കോടതികളിൽ കെട്ടിക്കിടക്കുന്നു. എന്തേ? ഒന്ന് തുമ്മി, ഒന്ന് നോക്കിയില്ല, ഒന്ന് തൊട്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ കാരണം.
എന്നാൽ അതിനേക്കാൾ അപ്പുറത്തുള്ള അശ്ലീലതയുടെ കാരണങ്ങളുമുണ്ട്. ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുകയല്ല. ഓർക്കുക, ഇതൊക്കെ ഒരു മുന്നാഹ്വാനമാണ്, മുന്നറിയിപ്പുകളാണ്. ആത്മഹത്യ, ശിശുവധം ഇവ വർദ്ധിക്കും. ഭരണകക്ഷികളുടെ വഴക്കും യുദ്ധസന്നാഹങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. ആത്മീയ നേതൃത്വം വഹിക്കുന്നവരുടെ ഇടയിലുള്ള ഭിന്നത, വിശ്വാസത്തെ സംബന്ധിച്ച് തർക്കം, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നല്ല, ദൈവത്തിലേക്ക് തിരിയേ. മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെ അനുസരിക്ക്. ഞാനും അനുസരിക്കണം. എവിടെ തിരിഞ്ഞാലും കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ലോകമേ ഓർക്കുക, നാശത്തിൻ്റെ പാതയിലാണ് നീ. ഇവ വർദ്ധിക്കുന്നതോടെ സഭയുടെ ശക്തി ക്ഷയിക്കും. ഇതൊക്കെ സാത്താൻ്റെ വ്യാമോഹങ്ങളാണ്. പരിശുദ്ധമ്മ ഓർമ്മിപ്പിക്കുക, മക്കളെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് പ്രവർത്തിച്ചോ കേട്ടോ. മാധ്യമങ്ങൾ ജഡത്തെക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത്രയും 2 മെസ്സേജിലും നമ്മളിവിടെ അത് പറഞ്ഞു. കല, ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ? എന്തിനുപയോഗിക്കുന്നു? ജീവിപ്പിക്കാനോ? അത് മരിക്കാനോ? എന്ത് കഥയിൽ തന്നെ നിൽക്കുന്നു, ജീവിതത്തിലേക്ക് വരുന്നില്ലല്ലോ. അത് ജഡത്തിനല്ലേ ഉപകരിക്കുന്നുള്ളൂ. മാധ്യമങ്ങൾ, മാനുഷിക ബുദ്ധിയിൽ ഉടലെടുത്ത മാധ്യമങ്ങൾ ജഡത്തെക്കാൾ ഉപരി ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനി, നീയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ നീ അതിന് പ്രതിരൂപമായി അഭിനയിക്കുകയില്ലായിരുന്നു. നീ അഭിനയിക്കുകയല്ല, നീ ജീവിക്കുകയാണ് സാത്താന്റെ സന്തതിയായിട്ട്. അരുത്. നിന്റെ അമ്മ, സ്വർഗത്തിലെ അമ്മ, സ്വർഗത്തിന്റെ കണ്ണുനീർ നിന്നെ ബോധ്യപ്പെടുത്തി തരുന്നു. ലൈംഗിക ദാഹം മനുഷ്യന്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കും. നമ്മൾ നേരത്തെ അത് ധ്യാനിച്ചതാണ്. ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും നിരാകരിക്കുക മനുഷ്യ ജീവിതത്തിലെ ഒരു പൊതുജീവിത ശൈലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം എന്തിന്? ദൈവിക നിയമങ്ങൾ എന്തിന്? ഈ നിയമങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ പാപത്തെ തിരിച്ചറിയുന്നത്. അതിനെ നിരാകരിക്കാമെന്ന് പിശാച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷകരുടെ എണ്ണം വർദ്ധിക്കും. ഹല്ലേലൂയ. വർദ്ധിക്കും എന്നല്ല, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മ ഇത് പറയുമ്പോൾ ഉണ്ടായിരിക്കുക, അമ്മ വീണ്ടും പറയാ ഇനിയും വർദ്ധിക്കുമെന്ന്. ഭിഷകരന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളാൽ മനുഷ്യർ വീർപ്പുമുട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും രോഗമായിട്ട് പോകുമ്പോൾ പലതും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ചികിത്സാവിധി നിർണയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ദിനവും അനേക മക്കളുടെ ഫോണിലൂടെയുള്ള ഈ അവസ്ഥ കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ മാത്രമല്ല, അനേക ശുശ്രൂഷാലയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭിഷകരന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളാൽ മനുഷ്യർ വീർപ്പുമുട്ടും. അമ്മ ഇതിനു മുൻപ് പറഞ്ഞില്ലേ, ദശലക്ഷങ്ങൾ മരിച്ചു വീഴും. എത്രയോ 40 ലക്ഷത്തിന് മേലെ ഇപ്പോൾ മനുഷ്യർ ഒരൊറ്റ വൈറസ് കാരണം മരിച്ചു വീണു. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പാണ്. ശിലോഹായിൽ ഗോപുരം വീണു. അവിടെ മരിച്ച മക്കൾ പാപികളായതുകൊണ്ട് അല്ല, നമുക്കൊരു അടയാളമായിട്ടാണ് അത് സംഭവിച്ചത്. അതുപോലെ നമ്മളിതെല്ലാം അടയാളമായിട്ട് സ്വീകരിക്കണം. ബോംബ് സ്ഫോടനങ്ങൾ, യുദ്ധസന്നാഹങ്ങൾ, കൊല, കവർച്ച ഇവയിലൂടെ മനുഷ്യൻ്റെ ക്രൂരതയുടെ മുഖം തെളിയും. സാമ്പത്തിക നഷ്ടം, ഉപഭോഗ വസ്തുക്കളുടെ വിലയിടിവ് ഇവ കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും ബാധിക്കും. മനുഷ്യൻ്റെ പാപഭാരം താങ്ങുന്ന ഭൂമി പ്രകോപിതയാകും. ഇതിനു മുന്നിലുള്ള സന്ദേശത്തിൽ അമ്മ പറഞ്ഞു, ഭൂമി വിറകൊള്ളുന്നത്, ഭൂചലനുണ്ടാകുന്നത് ശാസ്ത്രം മാത്രം പറയുന്ന കാര്യങ്ങളല്ല. അവിടെ ഒരു ആത്മീയ ശാസ്ത്രമുണ്ട്. ദൈവം സൃഷ്ടിച്ച മക്കളുടെ പാപം കൊണ്ട് ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല പാപഭാരം. ഭൂമിയുടെ അടിസ്ഥാനം ഇളകി വിറയ്ക്കുന്നു. പലയിടങ്ങളിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിലൂടെ സാത്താൻ സ്വാധീനം ചെലുത്തും. യൂറോപ്യൻ നാടുകളിലെ വഷളത്വങ്ങൾ ദൈവകോപം ചോദിച്ചു വാങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ ഞങ്ങളെ ശിക്ഷിച്ചോ എന്ന് പറയുന്ന വഷളത്വങ്ങളാണ് പല യൂറോപ്യൻ കൺട്രികളിലും നടക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ വിവരിക്കുന്നില്ല, ലോകത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നേ, നമുക്കറിയാമത്. മക്കളെ, ഇതെല്ലാം ഈ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നു.
പിന്തിരിയുവിൻ മക്കളെ, പിന്തിരിയുവിൻ. പ്രലോഭനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സന്തോഷത്തെ ഒഴിവാക്കി പാപത്തെ വെറുത്തു വിട്ടകലുവിൻ. നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ മുറിവേറ്റ എൻ്റെ തിരുക്കുമാരൻ്റെ മുഖശോഭ ദർശിക്കുവിൻ. ഇതിനൊക്കെ അടിമകളായി മുറിവേറ്റ് ജീവിക്കുന്ന അനേക മക്കളുണ്ട്. അവരിൽ കർത്താവിനെ കാണ്. അവരിലുമുണ്ടൊരു ഈശോ പീഡ സഹിച്ച് വീഴുന്നൊരു ഈശോയുണ്ട്. അവരെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നമുക്ക് സാധിക്കുന്ന നന്മകൾ ചെയ്യേ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യേ. ദൈവം നൽകിയ സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന മദ്യത്തിലും മയക്കുമരുന്നിലും നിന്ന് ഓടിയകലുവിൻ. സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന, ദൈവം തന്ന സുബോധം, അതിനെ നഷ്ടപ്പെടുത്തുന്ന മദ്യത്തിലും മയക്കുമരുന്നിൽ നിന്ന് ഓടിയകലുവിൻ. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും നടുവിലാണെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. മദ്യപിക്കാൻ പോകണ്ടെന്നേ. മദ്യപിച്ചിട്ട് നിന്റെ സുബോധം നഷ്ടപ്പെടുകയുള്ളൂ, നിന്റെ ദുഃഖം മാറിപ്പോകില്ല. കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ ദുഃഖം മാറി നിനക്ക് സന്തോഷം കിട്ടും. അങ്ങനെ ദൈവീക സന്തോഷത്താൽ നിന്റെ ബോധം സുബോധമുള്ളതായി തീരും. സർവശക്തന്റെ രക്ഷാകര ശക്തി നിങ്ങളിൽ നിറയുന്നതിനായി ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സകലതും സമർപ്പിക്കുവിൻ. ദൈവത്തിൻ്റെ കരുണയെ അളക്കുന്ന മനുഷ്യൻ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ നേരിടേണ്ടതുണ്ട്. മഹാദുരിതത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഈ കാലയളവിൽ മക്കളെ, ഈ അമ്മയോടൊപ്പം മുന്നേറുക. മക്കളെ, ഇത് വെളിപാടിൻ്റെ പൂർത്തീകരണ കാലഘട്ടമാണ്. ഫാത്തിമായിലെ 3-ാം പ്രവചനത്തിൻ്റെ പൂർത്തീകരണ കാലവുമാണ്. ഹല്ലേലൂയ. ഞാനത് വിവരിക്കുന്നില്ല. നമ്മൾ 40 ദിവസം കഴിഞ്ഞ് ഈ ദിവസങ്ങളിലെല്ലാം ഫാത്തിമായിലെ അമ്മ പറഞ്ഞു കൊടുത്ത പരിഹാര പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. നമ്മളത് ആകാറുണ്ടോ? ആകണമേ. വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ ദീപമായിട്ട്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പകരമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ വ്യക്തിയെ ആരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട്, പ്രത്യാശയില്ലാതെ ആത്മഹത്യയിലേക്കും മറ്റു പാപങ്ങളിലേക്കും പോകുന്നവരെ പ്രത്യാശയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് വിശ്വസിപ്പിച്ച്, സ്നേഹിച്ച്, പ്രത്യാശ കൊടുത്ത് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറണം നീ. അതായിരിക്കണം നിന്റെ പ്രാർത്ഥന. എൻ്റെ ശത്രുവിൻ്റെ കാൽച്ചുവട്ടിൽ അമർന്നു കഴിയുന്ന മനുഷ്യമക്കളുടെ പാപത്തിനായിട്ട് നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിക്കൂ. പിശാചിൻ്റെ കാൽച്ചുവട്ടിൽ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യാത്മാവിനെയെങ്കിലും നേടിയെടുക്കാൻ പ്രായശ്ചിത്തം ചെയ്യേ. കഷ്ടപ്പാടിൻ്റെ കാഠിന്യം, അതിൻ്റെ തികവിൽ മനുഷ്യൻ അനുഭവിച്ചറിയുന്നു. ദൈവിക കാരുണ്യത്തിൻ്റെ ഇടപെടൽ കൂടാതെ ഈ ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കില്ല. ഞാനിവിടെ നൽകിയ സന്ദേശങ്ങളെ സ്വീകരിക്കുന്നവരെയും തിരസ്കരിക്കുന്നവരെയും ഞാൻ സ്നേഹിക്കുന്നു. ആര് തിരസ്കരിച്ചാലും സ്വീകരിച്ചാലും അമ്മയ്ക്ക് സ്നേഹമാണ്. മക്കളെ, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. നിർവചിക്കാൻ സാധിക്കാത്ത ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും നിങ്ങൾക്ക് മുന്നേറി വിജയിക്കേണ്ടി വരും. മുന്തിരിച്ചെടിയിലെ ഇത്തിൽ കണ്ണികളെ നീക്കാൻ നിങ്ങളുടെ സഹകരണം എനിക്കാവശ്യമുണ്ട്, അമ്മയ്ക്കാവശ്യമുണ്ട്. ഈ ഭവനത്തിലുള്ളവരെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നയിച്ച എല്ലാവരെയും ഈ കുഞ്ഞുമക്കളുടെ സഹനത്തിൽ സന്തോഷിച്ച് ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ആശീർവദിക്കുന്നു. ആ വിശുദ്ധീകരണമാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റാണി ഇവിടെ നിന്ന് ഇതൊക്കെ പറയുമ്പോൾ റാണിയുടെ ജീവിതത്തിൽ സ്വർഗീയമായ അനുഭവങ്ങൾ മാത്രമല്ല കേട്ടോ, അത് സ്വർഗീയമാക്കാനായിട്ട് എന്നെ സഹായിച്ച അനേകർ ഈ ലോകത്തുണ്ട്. എന്നെ ആ വഴിയിലേക്ക് പിടിച്ചു നടത്തിയ, സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പിടിച്ചു നടത്തിയ അവഗണനകളും തിരസ്കരണങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും ദൈവം അനുവദിച്ച രോഗാവസ്ഥകളും വേദനകളും സഹനങ്ങളും കടിഞ്ഞാണില്ലാതെ ഇഷ്ടം പോലെ ഞാനതിൽ അഭിമാനിക്കുന്നു. കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ സ്വന്തമാക്കാൻ ഉരച്ചുരച്ച് മുത്തുച്ചിപ്പിയായിട്ട് എന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ, എൻ്റെ ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തിയെടുക്കാൻ, കർത്താവിൻ്റെ ചങ്കിലെ ശുശ്രൂഷയായ കഞ്ചിക്കോട് ശുശ്രൂഷയെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹിച്ചോ കുഞ്ഞേ എന്ന് പറഞ്ഞ് ഇരുണ്ട രാത്രികളും മരുഭൂമിയുടെ അനുഭവങ്ങളും രോഗത്തിൻ്റെ പീഡനങ്ങളും മനുഷ്യരുടെ അവഗണനകളും നൽകിയത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സ്വരത്തിൽ, ഈ കൃപയിൽ നിങ്ങളോട്, ലോകത്തോട് സംസാരിക്കാൻ റാണിക്ക് സാധിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്. ആർക്കും അതിൽ നിന്ന് ഒരു ശക്തിക്കും
ഒരു യുക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ലോകത്തിനും മാറ്റാൻ പറ്റില്ല. ഞാൻ കർത്താവിൻ്റെതാണ്. നിങ്ങളും ചങ്കിൽ കരം വെച്ച് കരമുയർത്തി പറയണമേ, ഞങ്ങളും കർത്താവിൻ്റെതാണ്. അതെ, നമ്മൾ കർത്താവിൻ്റെതാണ്. കരിക്കട്ടകളെ തീക്കട്ടകളാക്കുന്ന ദിവ്യകാരുണ്യൻ നാഥന്റെ സ്വന്തമാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 ആഴ്ച കാലത്തിന് ഉള്ളിൽ ലഭിച്ച സഹനങ്ങളും വേദനകളും എൻ്റെ കാൽച്ചുവട്ടിൽ തീ കനലായിട്ട് ഇപ്പോൾ പൊരിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ പിടിച്ചു നിർത്തുന്നത് മുറിവേറ്റവൻ്റെ കരമാണ്. എന്നെ പിടിച്ചു നിർത്തുന്നത് മുറിയപ്പെട്ടെൻ്റെ കർത്താവിൻ്റെ ചങ്കിലെ ചോരയാണ്. അവൻ എനിക്ക് വേണ്ടി ചിന്തിയ മാംസരക്തങ്ങളുടെ ബലമാണ്. എന്നെ അവനിലേക്ക് നോക്കാൻ പഠിപ്പിച്ച എളിമയുള്ള അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ്. ഈ ഭവനത്തിലുള്ളവരെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നയിച്ച എല്ലാവരെയും ഈ കുഞ്ഞുമക്കളുടെ സഹനത്തിൽ സന്തോഷിച്ച് ഞാൻ ആശീർവദിക്കുന്നു. സഹനത്തിൻ്റെ പാരമ്യത്തിൽ പിളർക്കപ്പെട്ട എൻ്റെ തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന കരുണയാൽ ലോകം മുഴുവനും നിറയാനുള്ള ഈ മക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ഏറെ വിലയുള്ളതായിത്തീരുന്നു. സമയത്തിൻ്റെ തികവിൽ അടയാളങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, പരിമള നിറവിലൂടെ, അഭിഷേകമായി സന്ദേശങ്ങളിലൂടെ എല്ലാം എൻ്റെ തിരുക്കുമാരൻ്റെ കാരുണ്യത്താൽ, മാതൃസ്നേഹത്താൽ നയിക്കപ്പെട്ട ശുശ്രൂഷയുടെ ദൈവിക വെളിപ്പെടുത്തലുകളും നിങ്ങൾ സ്വീകരിക്കണം. മാനുഷിക പദ്ധതികളെയും കണക്കുകൂട്ടലുകളെയും അതിലംഘിക്കുന്ന ദൈവിക രഹസ്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക, സ്നേഹിക്കുക. അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വാദങ്ങൾക്കും ഇത് കാരണമാകും. മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്. അന്ധകാരത്തിൽ പ്രകാശമായി നിലകൊള്ളുക. നിരന്തരം പ്രാർത്ഥിക്കുക. എണ്ണത്തിൽ കുറഞ്ഞാലും ഇവിടെ നിന്നുയരുന്ന സഹന കുസുമങ്ങളുടെ സൗരഭ്യം അനേകം പാപികളുടെ മാനസാന്തരത്തിന് കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണുപോയ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് അത് കാരണമാകും. ഹല്ലേലൂയ. അത് മതി നമുക്ക്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന കല്ലാണ്. എന്തൊക്കെ ഉണ്ടായാലും എളിമയില്ലെങ്കിൽ പരിപൂർണത വരില്ല നമുക്ക്. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും എളിമയോടെ ജീവിക്കുക. എളിമ പരിപൂർണതയുടെ അടിസ്ഥാന കല്ലാണ്. നിങ്ങളെ എളിമപ്പെടുത്താൻ ആഗ്രഹിക്കുകയും എളിമപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കുകയും വേണം. ശപിക്കരുത്. നമ്മളെ എളിമപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം എളിമപ്പെടുത്താൻ. സ്വർഗീയ സിംഹാസനങ്ങൾ നിർമ്മിക്കാൻ അത് ആവശ്യമാണ്. അപ്പോൾ വെറുതെ ഒന്നും സ്വർഗത്തിൽ ഒരു സിംഹാസനം നമുക്ക് വേണ്ടി ഉണ്ടാകില്ല. ഈ ലോകത്തായിരിക്കുമ്പോൾ എളിമപ്പെട്ട് മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴും സാരമില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും എളിമപ്പെടുത്തിയാലും സാരമില്ല. എളിമപ്പെട്. അതാണ് പരിപൂർണതയുടെ അടിസ്ഥാന ശില. അങ്ങനെ ഒരു ബേസിക് സ്റ്റോൺ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് സിംഹാസനം കെട്ടിപ്പടുക്കാൻ പറ്റുക? സ്വർഗീയ സിംഹാസനം നിർമ്മിക്കാൻ അത് ആവശ്യമാണ്. പ്രലോഭനങ്ങളിൽ വിജയം വരിച്ച് നിങ്ങളെ തേടിയെത്തുന്ന സഹനങ്ങളെ ഭയപ്പെടാതെ സ്വീകരിച്ച് സഹനത്തിൻ്റെ രത്നക്കല്ലുകൾ പതിച്ച കിരീടത്തിന് അവകാശികളാകുക. സന്ദേശത്തിൻ്റെ അവസാന ഭാഗമായി അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾക്കൊരു കിരീടമുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. അവിടെ നിങ്ങൾ ഇരുത്തണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പാലിക്കണം. എന്നിട്ട് ഭയപ്പെടുത്തുമൊന്നുമല്ല, ആ കിരീടത്തിൽ രത്നക്കല്ലുകൾ പതിപ്പിക്കണമെങ്കിൽ സഹനത്തിന് പറ്റൂ. സഹനം വിശുദ്ധ അൽഫോൻസമ്മ സഹിച്ചതുപോലെ, വിശുദ്ധാത്മാക്കൾ സഹിച്ചതുപോലെ, നമ്മുടെ കർത്താവ് സഹിച്ചതുപോലെ, പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ സഹിച്ച് 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 വിശദീകരിക്കപ്പെട്ട് നമുക്കൊരു രത്നക്കല്ല് നമ്മുടെ കിരീടത്തിൽ പതിപ്പിക്കാനുള്ള യോഗ്യത നേടിയെടുക്കണം.